ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ക്യാബേജും കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹോട്ടൽ രുചി തോറ്റുപോകും ഈ നാടൻ രുചിയിൽ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ പരിപ്പും ക്യാബേജും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 2 വട്ടമായിട്ട് ഇട്ടുന്നത് ചെറിയ ജീരകം തന്നെയാണ് കേട്ടോ. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്ന ശേഷം കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കണത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞ ഉള്ളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം 10-12 ഉള്ളിയോളം ഉണ്ടായിരുന്നു. അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാട്ടോ. ഇതിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 കറിമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ചെയ്യില്ല, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കഴുകി വെച്ച പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ ആ പരിപ്പ്. ഇനി നമുക്ക് 1.5 കപ്പോളം ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈസിലാട്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കണത്. നമ്മൾ തോരനൊക്കെ വെക്കൂലേ ആ ഒരു രീതിക്കല്ല, ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ക്യാബേജൊക്കെ മുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലോട്ട് 1 ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിലോളം 3 വിസിൽ വേണം കേട്ടോ. ഈ എൻ്റെ കുക്കർ വേഗം വിസിൽ വരുന്നതുകൊണ്ട് തന്നെ 3 വിസിലോളം അടിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുക്കർ 3 വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മളിതൊന്ന് തുറന്ന് നോക്കുവാണേ. ഇത് കണ്ടോ, ഈ ഒരു രീതിക്കാണ് കിട്ടണേ. ഞാൻ ക്യാമറയുടെ മുമ്പിലോട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇളക്കുമ്പോൾ നമ്മുടെ ക്യാബേജും കറിയായിട്ട് കുറച്ച് വിട്ട് നിൽക്കണ പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പം നമ്മൾ ഈ സ്മാഷറോ അല്ലെങ്കിൽ മറ്റേ എന്തിട്ടാണ് തവി എന്തെങ്കിലും വെച്ച് അവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മളത് കുറച്ച് നല്ല ഗ്രേവി പോലെ കിട്ടും. ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുക. കഴിക്കുമ്പോഴായാലും ഒരു സുഖം കിട്ടുന്നത് ഉടച്ചു കൊടുക്കുമ്പോഴാണ്. നിങ്ങളെന്തായാലും ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് കൂടുള്ളൂ. ഉടച്ചു കൊടുത്ത ശേഷം നമ്മുടെ കറി കണ്ടോ നല്ല കുറുകി കിട്ടിയിട്ടില്ലേ? അതുകൊണ്ടാണ് ഉടച്ചു കൊടുക്കണമെന്ന് പറയണത് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണോ എന്നറിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സിമ്പിൾ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അത്രയും ടേസ്റ്റുള്ള കറിയാണ്. സിമ്പിളാണ്, പക്ഷെ ആൾ പവർഫുള്ളാണ് കേട്ടോ. ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.